അപ്പോൾ നമസ്കാരം. ഷെരീഫണ്ണൻ നമ്മുടെ കാവശ്ശേരി സജന മ്യൂസിക്കലിലെ പ്രിയ താരമാണ്, എല്ലാം കൊണ്ടും സൂപ്പർ. അപ്പോൾ ഷെരീഫണ്ണ, പറയൂ രാജേഷ്, എന്താണ് ഇന്നത്തെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലെ വിശേഷം? എന്താണ് നേരത്തെ ചെയ്യേണ്ടതാണ്, കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്ന് നമ്മുടെ വടക്കഞ്ചേരി സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡബ്ബിംഗ് നടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു 2-3 ഈ ആഴ്ചൻ്റെ ഉള്ളിൽ ഇത് സംഭവം ഇട്ടാവട്ടം പഞ്ചായത്ത് എന്ന ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാൻ പോവാണ്. ഒരു സമകാലിക ഒരു രീതിയിലുള്ള അല്ലേ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ, ഒരു രാഷ്ട്രീയത്തിന്റെ സംഭവമാണ്. അതിന്റെ കാര്യങ്ങൾ നമ്മുടെ റഹ്മാനൊക്കെ പറയും, കഥ അല്ലേ. ആ കഥന്റെ ചുറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ റഹ്മാനൊക്കെ പറയും. പിന്നെ ഇതിൽ കഥയെ എഴുതിയിരിക്കുന്ന പുള്ളിയാണ്. തിരക്കഥാ സംഭാഷണം നമ്മുടെ കൃഷ്ണകുമാർ കാവശ്ശേരിയാണ്. പിന്നെ സായ സെയ്ദ് മുഹമ്മദ് എന്ന് പറഞ്ഞ അദ്ദേഹം പട്ടാമ്പിക്കാരനാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിൽ മേക്കപ്പ് വന്നിട്ട് നമ്മുടെ രാജേഷ് തന്നെയായിരുന്നു. താങ്കൾ തന്നെയാണ്. പിന്നെ സജന മൂവി ക്രിയേഷൻസിലാണ് ഇത് വരുന്നത്. എന്റെ പട്ടാളം പോക്കർക്ക, ചെത്ത് പൈങ്കിളി, മഞ്ജുള ഷാമില എന്നീ കാസറ്റിന് ശേഷം പട്ടാളം പോക്കർക്കന് ശേഷം അത് ഓഡിയോ കാസറ്റും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മൂവിയായി മാറി. ഒന്ന് പൊല്ലാപ്പ് അല്ലേ, പൊല്ലാപ്പ് കഥ പുള്ളി തന്നെയാണ്. പിന്നെ വന്നൊരു കൊമ്പംകൊല്ലിമന ബീരൻ അമ്മാറിന്റെ സംവിധാനത്തിൽ. ഇപ്പൊ ഇട്ടാവട്ടം ഇട്ടാവട്ടം വർഷങ്ങൾ കുറെ ആയല്ലോ ഷെരീഫണ്ണ. അല്ലേ, സമയം തെളിഞ്ഞത് ഇപ്പോഴാണ് അല്ലേ. എത്രയോ പടത്തിലൊക്കെ തല കാണിച്ചിട്ടുള്ള കുറെ എല്ലാ സീനുകളിലും ഒരിത്തിരിയെങ്കിലും ആണ് അല്ലേ. അത് പറയാൻ നമുക്ക് മടിയൊന്നുമില്ല. പക്ഷെ പ്രൊഡ്യൂസർ എന്ന ലേബിളിൽ തിളങ്ങാനും ഞാൻ 1, 2, 3 ഓഡിയോ ആൽബവും പിന്നെ 3 സിനിമയും 3 ഷോർട്ട് ഫിലിമാണ്. അങ്ങനെ പ്രൊഡ്യൂസർ എന്ന ലെവലിലും തിളങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഗാനമേളകളിലെ കൂടുതലും എനിക്കുള്ള താല്പര്യം. പക്ഷെ അത് ലേശം ബാക്കിലേക്ക് പോയി. അപ്പൊ വീണ്ടും സിനിമയിലേക്ക്. ഈ മാപ്പിളപ്പാട്ട് ആൽബമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? 3 ചെയ്തു. ഞാൻ പാടിയിട്ടുണ്ട്. അതിന്റെ പ്രൊഡ്യൂസറും. ഈ അടുത്ത് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തല്ലോ ശിവക്ഷേത്രത്തിൽ. അതെ, ഒരു ശിവക്ഷേത്രം, ഗാനമേള നന്നായി ചെയ്തു. അതിലൊരു ഞാനൊരു ഗാനം ഞാൻ ആലപിച്ചിട്ടുണ്ട്. അല്ല, അതിഗംഭീരമായി ഞാൻ കണ്ടു അത് കേട്ടോ, അതിഗംഭീരമായിട്ടില്ല. പിന്നെ ഈ സിനിമ ആക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്? എല്ലാവരായിട്ടും ഞാൻ പരിചയമാണ്. എല്ലാവരുടെയും ഞാൻ ലൊക്കേഷൻ മാനേജറായിട്ടും ഓഡിറ്ററായിട്ടും പിന്നെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പടങ്ങളുടെ പേരൊന്ന് ചെയ്തങ്ങളുടെ പേര് പറയുന്നത് ഫസ്റ്റ് ഉത്തമൻ, മലയാളി മാവിന് വണക്കം, ഒരുവൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ സായ ഈ കൊളപ്പുള്ളി ലീലാമേടും ഒക്കെ ആയിട്ട് എന്താണ്? കൊളപ്പുള്ളി ചേച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു 30-35 വർഷമായി. അവര് നമ്മളവിടെ ആദ്യമായിട്ട് സജന മ്യൂസിക്കൽസിൽ വരുന്നത് റഹ്മാൻക്ക മോഹൻജനാണ്. അവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇവര് നാടകമൊക്കെ ഏജന്റ് ആയിരുന്നു. അപ്പൊ നമ്മളുടെ അവിടെയാണ് താമസിക്കുന്നത്. അതായത് നാടകം കഴിഞ്ഞ് വന്നാൽ നമ്മളവിടെ വരും, രാവിലെ പോവും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നാടകം ഉണ്ടെങ്കിൽ അവിടെയും വരും. അങ്ങനെയായിട്ട് അവരെ ആയിട്ട് ഒരുപാട് പരിചയമാണ്. പിന്നെ അനൗൺസ്മെന്റിന് അവർ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. തുടക്കം ഷെരീഫണ്ണനായിട്ടുള്ള ഒരു ബന്ധം റഹ്മാനിക്കായിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു നമ്മുടെ കൊളപ്പുള്ളി ലീല ചേച്ചി. അദ്ദേഹത്തിന്റെ ഭർത്താവായ കൃഷ്ണേട്ടൻ ടൈലറാണ്. പിന്നെ ഞങ്ങൾ ഒരു നാടക ട്രൂപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രാജേഷ്. അതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പോലെയുണ്ട് അല്ലേ. ഇന്നും ലീല ചേച്ചി ഓർമ്മയുണ്ട്. അവര് 1 മാസം മുമ്പ് എന്റെ അടുത്ത് വന്നു അല്ലേ. അപ്പൊ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കാവശ്ശേരി സജന മ്യൂസിക്കലിലെ ഷെരീഫണ്ണൻ അങ്ങനെ എത്രയോ വർക്കുകളായിട്ട് സിനിമയും സീരിയലും ഒരുപാട് ആൽബങ്ങളും ചാൻസ് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർക്ക്. അതിലൊന്നാണ് നമ്മുടെ അമ്പിളി. അതേപോലെ തന്നെ നമ്മള് അമ്പിളി അത്യാവശ്യം പടങ്ങളിലൊക്കെ ക്യാരക്ടറുകൾ ചെയ്യുന്ന ഒരാളാണ്. അഭിനയിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അത് സാറായിരുന്നു തുടക്കം കുറിച്ചത് ഞാൻ തന്നെ അല്ലേ. സുശീൽ നമ്മുടെ കാവശ്ശേരിയിൽ സുശീല മമ്മൂട്ടിയുടെ ഇപ്പൊ കളങ്കാവില് അല്ലേ. അദ്ദേഹത്തെ നിങ്ങളെ കൊണ്ടുവന്നത് ആദ്യമായിട്ട് ഞാൻ വിളിച്ചിട്ടാണ്. അത് അമലാപോളിന്റെ പടം. ഞാൻ അവന്റെ വീട്ടിൽ പോയി ഒരു മാട് വേണം പറഞ്ഞപ്പോ പുള്ളി വന്നിട്ട് എനിക്കൊന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡയറക്ടറുടെ അടുത്ത് പോയി പറഞ്ഞു. അദ്ദേഹം അതില് നായകന്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചു. വെരി ഗുഡ്. പുള്ളി തലവര അങ്ങനെ ഒരുപാട് പടങ്ങളിൽ പുള്ളിയുണ്ട്. അത്യാവശ്യം ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കളങ്കാവിൽ എന്ന് പറയുന്ന സിനിമയിലും മമ്മൂട്ടിന്റെ ഒരു നല്ലൊരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കലാകാരന്മാരെ വളർത്താനും ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു മഹാമനുഷ്യനാണ്. മമ്മൂട്ടിക്കാരുടെ പടത്തിലുണ്ട്. ലൊക്കേഷൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചലച്ചിത്രത്തില്. പക്ഷെ ഇന്നുവരെ മോഹൻലാലിന്റെ അദ്ദേഹത്തിന് മാത്രമേ അദ്ദേഹത്തിന്റെ പടം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കിട്ടിയില്ല. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും
അടുത്ത് തന്നെ റോൾ നോക്കിയിട്ടുണ്ട്. നല്ല ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഭാര്യ എല്ലാവരും സപ്പോർട്ടാണ്. ഓക്കെ. മക്കളൊക്കെ എത്ര പേരാണ്? 2 പേരുണ്ട്. ഒരാൾ ദുബായിൽ തന്നെയാണ്, മകള് ഇവിടെ തന്നെ ഉണ്ട്, മകളുടെ ഹസ്ബൻഡ് ദുബായിലാണ്. എല്ലാ ഫാമിലിയെയും കുടുംബത്തെയും കൂട്ടിണങ്ങിക്കൊണ്ട് കലാരംഗത്ത് സജീവമായി നിൽക്കുന്ന ഷെരീഫ് അണ്ണൻ കാവശ്ശേരിക്ക് ഹൃദയത്തിൽ തൊട്ടുള്ള നന്മകൾ നേരുകയാണ്. ഷെരീഫ് അണ്ണൻ വീണ്ടും മുന്നോട്ട് വരട്ടെ, എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു. അപ്പോൾ ഇട്ടാവട്ടം പഞ്ചായത്ത് എപ്പോഴാണ് സാർ റിലീസ്? ഈ ആഴ്ച റിലീസാണ് ഇട്ടാവട്ടം. ഈ ഇലക്ഷനോട് അനുബന്ധിച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റും കൂടിയാണ് തോന്നുന്നു. പറയും അല്ലേ? ഓക്കെ. ഷെരീഫ് അണ്ണ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.